ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനം തടയാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി ആർ ബിന്ദു. സർവകലാശാല ബില്ലുകളിലെ എതിർപ്പ് എന്താണെന്ന് വ്യക്തമാക്കാതെയാണ് ഗവർണർ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതെന്നും ആർ ബിന്ദു പറഞ്ഞു. ആ ബില്ലിൽ ഒപ്പുവയ്ക്കാതെ നിഷ്കരുണം അത് പ്രസിഡന്റിന് അയക്കാനാണ് ഗവർണർ തയ്യാറായത്. ഏത് പോയിന്റിലാണ് വിയോജിപ്പെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് നമ്മൾക്ക് തിരിച്ചയക്കാമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ വിയോജിപ്പ് രേഖപ്പെടുത്താൻ സ്കോപ്പ് ആ ബില്ലിലില്ല എന്നുള്ളത് കൊണ്ടാകാം അതൊന്നും ഉണ്ടായില്ല. നേരെ പ്രസിഡന്റിന് അയക്കാനുണ്ടായത്. എന്താണ് ആ ബില്ലിലെ പ്രശ്നമെന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാനുമില്ല. അതേ സ്ഥിതി തന്നെയാണ് സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ടും സ്വീകരിച്ചിട്ടുള്ളത്. എന്താണ് ബില്ലിന് പ്രശ്നം എന്ന് നമ്മളോട് പറയാൻ തയ്യാറാകുന്നില്ല. അതിലേതെങ്കിലും വിഷയത്തിൽ വിയോജിപ്പുണ്ടെന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മളത് മാറ്റി തിരിച്ച് സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നിട്ടും അതിനൊന്നും തയ്യാറാകാതെ, യാതൊരു വിശദീകരണവും നൽകാതെ, ഒരു റെസ്പോൺസും ഇതുമായി ബന്ധപ്പെട്ട് തരാതെ അത് പ്രസിഡന്റിന് അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ല. കാലത്തിനനുസൃതമായ പരിഷ്കാരങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരേണ്ടതില്ല എന്നതാണ് തങ്ങളുടെ നിലപാട് എന്നുള്ളതാണ് ചാൻസലർ ആയി പ്രവർത്തിക്കുന്ന ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്.